ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ മോർണിംഗിൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ നേരത്ത് പ്രോപ്പറായിട്ട് സ്റ്റാർട്ടാകത്തില്ല. അത് സ്റ്റാർട്ടായി കഴിഞ്ഞാലും നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുവാണെങ്കിൽ എന്താ ഐഡിയയിൽ നിൽക്കത്തില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ FZ16 അതായത് പഴയ FZയുടെ ചോക്ക് കേബിൾ എങ്ങനെ മാറുക എന്നുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ സ്റ്റക്കായിട്ടുള്ള ചോക്ക് കേബിൾ എങ്ങനെ മാറുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബർ കൗണ്ടിലോട്ട് പോവുകയാണ്. ഇനിയൊരു 40 അറൗണ്ട് സബ്സ്ക്രൈബേഴ്സും മതി. അപ്പം പെട്ടെന്ന് 1K ആക്കി തരിക. അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വണ്ടി ഓണാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ മോർണിംഗിൽ വണ്ടി സ്റ്റാർട്ടാക്കാൻ നേരത്ത് പ്രോപ്പറായിട്ട് സ്റ്റാർട്ടാകത്തില്ല. മിസ്സിങ് വരുന്ന പോലെ ഫീൽ ചെയ്യും. കുറച്ച് സമയമെടുക്കും സ്റ്റാർട്ടായി വരാൻ വേണ്ടിയിട്ട്. ചൂടായി സ്റ്റാർട്ടായി കഴിഞ്ഞാലും നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുവാണെങ്കിൽ എന്താ ഐഡിയയിൽ നിൽക്കത്തില്ല. ഐഡിയലായിട്ട് നിന്നാൽ തന്നെ അത് പ്രോപ്പറായിട്ട് നിൽക്കത്തില്ല. കയറി ഇറങ്ങി നിൽക്കും. RPM എൻജിൻ സ്പീഡ് കൂടുകയും കുറയും ചെയ്ത് നിൽക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ചോക്ക് കേബിൾ സ്റ്റക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, ചോക്ക് കേബിൾ സ്റ്റക്കാണ്. അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ അത് മാറാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളും കാണുക. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഗൈസ്, ആദ്യം നമുക്ക് ഈ സ്വിച്ച് ഗിയറിൻ്റെ അവിടെ നിന്ന് ചോക്ക് കേബിൾ റിലീസ് ചെയ്യണം. അപ്പോൾ അത് ഊരാൻ വേണ്ടിയിട്ട് ഇവിടെ 2 സ്റ്റാറിൻ്റെ 2 നട്ട് വരും. അത് ഊരിയെടുക്കുക. അപ്പോൾ അത് ഊരിയെടുത്തതിന് ശേഷം ഈ സ്വിച്ച് ഗിയറിനെ ഇങ്ങനെ പുറത്തോട്ടെടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതാ കംപ്ലീറ്റ് പൊടിയടിച്ചിരിക്കുകയാണ്. ഇതാണ് കേബിൾ. അപ്പോൾ ഈ കേബിൾ ഊരിയെടുക്കണം. വെറുതെ ഇവിടുത്തെ ലോക്കൊന്ന് എടുത്ത് കളഞ്ഞിട്ട് ബാക്കിലോട്ട് വലിച്ചാൽ മതി. ആ കേബിൾ റിലീസായി വരും. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കിവിടെ WD-40 അടിച്ചൊന്ന് ഈ കോണ്ടാക്ട്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലൊരു WD-40യുടെ ക്യാൻ വാങ്ങിച്ച് വീട്ടിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം മഴ സമയത്തൊക്കെ ഈ കോണ്ടാക്ട് ക്ലീനറായിട്ടും ഡസ്റ്റ് റിമൂവലിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് WD-40 ഉണ്ടായിരിക്കാം. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾക്കുള്ളൊരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എക്സസ് ആയിട്ടുള്ള WD-40 നമുക്ക് ഒരു തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് പതുക്കെ ഈ കേബിൾ ഇവിടുന്ന് റിമൂവ് ചെയ്യുക. ഇനി നമുക്ക് കാർബറേറ്റർ സൈഡിൽ പോവാം. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി ഇവിടെ കാർബറേറ്റർ സൈഡിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇതാണ് ചോക്ക് കേബിൾ നമ്മുടെ ഹാൻഡിലിൽ നിന്ന് വരുന്ന പോയിൻ്റ്. അപ്പോൾ ഇവിടുന്ന് നമുക്കത് ഊരിയെടുക്കണം. കാർബറേറ്റർ ഏരിയ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ പാനലും സീറ്റും റിമൂവ് ചെയ്യുക. അതവിടെ ഒരു 4ൻ്റെ അലങ്കിയുണ്ട്. അത് റിമൂവ് ചെയ്താൽ ഈ പാനൽ ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് കൂടി കുറച്ചുകൂടി ഈസി ആയിട്ട് കാർബറേറ്റർ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടുന്ന് ആ ചോക്ക് കേബിൾ, പഴയ ചോക്ക് കേബിൾ ഊരിയെടുക്കാം. നമുക്കിത് ഈ പറഞ്ഞ പോലെ ഓവർ ടൈറ്റ് ആണെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ട് സ്പാനർ വെച്ച് ഊരേണ്ടി വരും. ഇത് ഓവർ ടൈറ്റല്ല, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു നോസ് പെയർ വെച്ചിട്ട് അതിനൊന്ന് കറക്കി ലൂസാക്കി എടുക്കാം. ഇതാ സാധനം, ഇതാണ് ചോക്കിൻ്റെ പിസ്റ്റൺ. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ
നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് സ്റ്റക്കാവാനുള്ള കാരണം. കംപ്ലീറ്റ് തുരുമ്പെടുത്തിരിക്കുകയാണ്, കണ്ട. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ എഫ് സി യമഹയുടെ ഒരുവിധം സ്കൂട്ടേഴ്സിലും ബൈക്സിലും വരുന്ന ഒരു കോമൺ ഇഷ്യൂ ആണ് ചോക്കുള്ള ബൈക്കിൽ. ഫ്യൂൽ ഇഞ്ചക്ഷൻ ബൈക്കല്ല, ഈ എഫ് സിയുടെയൊക്കെ V2 V1 ഫസ്റ്റ് ജനറേഷൻ മോഡൽസിൽ ചോക്കാണ് വന്നിരുന്നത്. അപ്പോൾ അതിലൊക്കെ ഈ ഒരു ഇഷ്യൂ വരാറുണ്ട്. അപ്പോൾ ഇളക്കി ഒന്ന് WD-40 അടിച്ച് ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നത് നല്ലതായിരിക്കും, കാരണം ഇങ്ങനെ സ്റ്റക്കാവത്തില്ല. ഇത് വന്നിട്ട് ഹോൾഡറാണ്. ഈ ഹോൾഡറിനെ നമുക്ക് ഊരി പുതിയ കേബിളിലിടാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 6-ൻ്റെ സ്പാൻ ഇട്ടിട്ട് ഊരാം. ഈ ഹോൾഡറിനെ ഇങ്ങനെ ഊരി എടുക്കുക. അതിന് മുമ്പേ നമുക്ക് ഈ കേബിൾ ഈ പിസ്റ്റണിൽ നിന്ന് ഊരിയെടുക്കാം. കംപ്ലീറ്റ് ഏതാ പിസ്റ്റൺ. ഈ ഹോൾഡറിനെ നമുക്ക് ഊരി പുതിയ കേബിളിൽ യൂസ് ചെയ്യണം. ഇതാ സംഭവം, പഴയ കേബിള് തിരുമ്പെടുത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ കേബിളിലിടാം. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചാൽ മതി, പഴയ കേബിളിങ് ഊരി വരും. പഴയ കേബിൾ ഊരി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി പുതിയ കേബിളിടാം. നമുക്ക് ഈ ചോക്ക് പിസ്റ്റൻ്റെ ഈ ഏരിയയും കാർബറേറ്ററിൽ ഒന്ന് WD-40 അടിച്ചിട്ട് ക്ലീൻ ചെയ്യാം. കാരണം ഉള്ളിൽ ഒരുപാട് തുരുമ്പ് കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ആ പിസ്റ്റൻ്റെ ഫ്രീ മൂവ്മെൻറ്റിന് തടസ്സമായിരിക്കും. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നല്ലൊരു തുണിയിട്ടിട്ട്. ഇതൊരു കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഈ ചോക്ക് കേബിളിൻ്റെ പ്ലേ നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ചോക്ക് കേബിളൊന്ന് മാറി ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഓക്കെ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ആക്കി തരിക. അപ്പോൾ ഗൈസ്, നമുക്ക് അതിൻ്റെ പിസ്റ്റണും അതിൻ്റെ ആ ഒരു അഡാപ്റ്ററും നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ WD-40 യൂസ് ചെയ്യുന്നത്. കാരണം പെനിട്രേറ്റിംഗ് ലിക്വിഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണെണ്ണ യൂസ് ചെയ്യാം. വേഴ്സ്റ്റ് കേസ് പെട്രോൾ യൂസ് ചെയ്യില്ല, കാരണം ഇതിലൊരു ഓറിങ് വരും. ഈ ഓറിങ് പെട്രോൾ യൂസ് ചെയ്താൽ കേടായി പോകും. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി പുതിയ കേബിളാണ്. അപ്പോൾ ഈ കേബിളിൻ്റെ വില വന്നിട്ട് വെറും 115 രൂപയേ ഉള്ളൂ, ചോക്ക് കേബിളിൻ്റെ വില. എൻ്റെ പാർട്ട് നമ്പർ വന്നിട്ട് നിങ്ങൾ പോസ് ചെയ്ത് വീഡിയോ വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ വിലയും അതിൻ്റെ പാർട്ട് നമ്പറും. ഇതാ പാർട്ട് നമ്പർ. ഓക്കെ. യമഹയുടെ ജെന്യുവിൻ ഒറിജിനൽ പാർട്സാണ്. ഇതാ ചോക്ക് കേബിൾ പുതിയത് കണ്ടല്ലോ. അപ്പോൾ നമുക്കിതങ്ങ് ഇടാം. ഇവിടെ കൂടെ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിൻ്റെ അകത്തൂടെ കയറ്റിയിട്ട് ജസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഇതിങ്ങനെ വലിച്ചെടുക്കാം. അത് കാണാമോ? അതാ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ബാക്കി നമുക്കിവിടെ പിസ്റ്റണും സ്പ്രിങ്ങൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിലും ലൂബ്രിക്കേഷന് വേണ്ടി ചെറുതായിട്ട് WD-40 അടിക്കുന്നത് നല്ലതാണ്. എന്നിട്ട് പഴയ നമ്മൾ ആദ്യം ഊരിയില്ലേ അഡാപ്റ്റർ തന്നെ ഇതിൽ യൂസ് ചെയ്യുക. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിൽ സ്ക്രൂ ടൈറ്റ് ചെയ്ത് അങ്ങ് കയറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ. എന്നിട്ട് നിങ്ങൾ പുഷ് ചെയ്താൽ അതിൻ്റെ അകത്തുള്ള ബോർഡൻ വെളി വരും. എന്നിട്ട് ഇനിയാണ് നമുക്ക് ഇതിൻ്റെ പിസ്റ്റൺ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ആദ്യം സ്പ്രിങ് ഇടുക. സ്പ്രിങ്ങിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ
ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് വേറൊരു അപ്പുറത്തെ നമ്മുടെ അവിടെ വരുന്ന എൻഡിൽ കുറച്ച് വലിച്ച് പിടിച്ചിട്ട് ഫ്രണ്ടിൽ വേറൊരാളെ കൊണ്ട് വലിച്ച് പിടിക്കണം. എന്നിട്ട് ശകല ഒരു ഗ്രീസ് ഇതിലങ്ങ് പുരട്ടി കൊടുക്കുക. ആ ഗ്രീസ് പുരട്ടുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ്, തുരുമ്പ് വരാതിരിക്കാനും. ഇവിടെ ഒരു ഓറിംഗ് ഉണ്ട്, ആ ഓറിങ്ങിൽ ശകലം ഗ്രീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ പിസ്റ്റൺ ഇവിടെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് ആദ്യം ടൈറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ഫൈനലായിട്ട് പ്ലെയർ കൊണ്ടോ സ്പാനർ കൊണ്ടോ ഒന്ന് ടോർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ടോർക്ക് ചെയ്താൽ മതി. അധികം ഫോഴ്സോ സ്ട്രെങ്തോ ഒന്നും ആവശ്യമില്ല. ഇതാ ഒരു ചെറുതായിട്ടൊരു പ്ലെയർ കൊണ്ടുള്ള ടോർക്ക് മതി. എന്നിട്ട് ഇവിടെ റബ്ബർ സീല് വരും, അതും ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ മുകളിൽ പോവാം, സ്വിച്ച് സൈഡിൽ. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ടിട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി വിട്ടോ. ഓക്കെ, ഇനി നമുക്ക് വേറൊന്നും ചെയ്യണ്ട. നമുക്കിത് നേരെ ഹാൻഡിലെ സ്വിച്ചിൽ ഫിക്സ് ചെയ്യാം. അതിന് മുമ്പേ ഇതൊന്ന് വലിച്ചു നോക്കുക, ചോക്ക് വർക്കിംഗ് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നേന്ന് പിസ്റ്റൺ ഇളക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ചോക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഇവിടെ ഇത് കാണാം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇത് നമ്മുടെ ആ സ്വിച്ച് ഗിയറിലോട്ട് ഫിക്സ് ചെയ്യാം. അതിന് മുമ്പേ ഇതിൽ ശകലം ഈ സ്ലൈഡിൽ, ചോക്കിൻ്റെ സ്ലൈഡില്ലേ, അതിൽ ശകലം ഗ്രീസ് പുരട്ടുക, കാരണം അത് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഈ സ്വിച്ചില്ലേ, ഇതിൻ്റെ അടിയിലത്തെ ആ ഹോളിൽ കൂടെ ചോക്ക് കേബിളിനകത്തോട്ട് പുഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലോക്ക് വരും. ആ ലോക്ക് ഇവിടെ ഇട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചോക്ക് കേബിൾ കൊടുത്തു. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ പുള്ളറിനെ ഫിക്സ് ചെയ്യാം. അതിങ്ങനെ ഇതിൻ്റെ ബോർഡിൻ്റെ ആ ഹെഡ് ആ ഗ്രൂവിലോട്ട് കയറ്റി ലോക്കാക്കുക. എന്നിട്ട് അതവിടെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഹാൻഡിൽ ബാറിൽ കൊണ്ട് അലൈൻ ചെയ്ത് കറക്റ്റായിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ഡൺ. എന്നിട്ട് പഴയ പോലെ നമ്മുടെ അടിയിൽ ഹോൾഡ് ചെയ്യുന്ന 2 സ്ക്രൂ അതിട്ട് ടൈറ്റ് ചെയ്യുക. പഴയ പോലെ നമ്മൾ ഊരിയില്ലേ, ആ 2 സ്ക്രൂ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ആ വലുത് വരുന്ന ചോക്ക് കേബിളിൻ്റെ സൈഡിൽ, ചെറുത് ഇപ്പോഴത്ത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. വലുതായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, അങ്ങനെ നമ്മളത് ഫിക്സ് ചെയ്തു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ചോക്ക് കേബിൾ റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് ആ ഡിഫറൻസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓണാക്കി. നേരത്തെ മൾട്ടിപ്പിൾ ടൈംസ് നമ്മൾ സ്റ്റാർട്ട് മോഡ് പ്രസ് ചെയ്ത് മാത്രമേ വണ്ടി സ്റ്റാർട്ടാകത്തുള്ളൂ. ഇപ്പം കണ്ട ജസ്റ്റ് 1 ടച്ചിൽ സ്റ്റാർട്ടായി. അതുമല്ല, നിങ്ങളിവിടെ RPM ശ്രദ്ധിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് 1.3 ആഡിലിങ് കറക്റ്റായിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. നേരത്തെ അൺസ്റ്റേബിളായിരുന്നു, വേരിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ട ജസ്റ്റ് ഇങ്ങനെയുള്ള മിസ്സിങ്, ഇങ്ങനെയുള്ള ഐഡിലിങ് കറക്റ്റ് അല്ലാതെ വരിക, കോൾ സ്റ്റാർട്ട് പ്രോപ്പർ അല്ലാതെ വരിക, അതായത് രാവിലെ തണുപ്പത്ത് നമ്മൾ സ്റ്റാർട്ടാക്കുമ്പോൾ സ്റ്റാർട്ടാകത്തില്ല, അങ്ങനെയുള്ള ഇഷ്യൂ വരുമ്പോൾ ചോക്ക് കേബിൾ നിങ്ങൾ യമഹയുടെ ബൈക്കിൽ, യമഹയുടെ സ്കൂട്ടറിൽ എല്ലാം ശ്രദ്ധിക്കുക. അത് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആ ഇഷ്യൂ സോൾവ് ആവും. നമ്മൾ ആവശ്യമില്ലാതെ കാർബറേറ്റർ ട്യൂൺ ചെയ്യേണ്ട കാര്യമില്ല, പെട്രോൾ ടാങ്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് സിമ്പിൾ ഒരു ഹാക്കാണ്. നിങ്ങൾ ജസ്റ്റ് ആ ഒരു ചോക്ക് കേബിൾ മാറിക്കഴിഞ്ഞാൽ ഈ ഇഷ്യൂ സോർട്ട് ഔട്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 1K സബ്സ്ക്രൈബർ കൗണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തരിക. ഇപ്പം നമ്മളൊരു 957 അടുപ്പിച്ച് സബ്സ്ക്രൈബർ കൗണ്ടായി. അത് 1K പെട്ടെന്നാക്കി തരിക. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സ്നേഹവും ആവശ്യമാണ്. അപ്പം ദിസ് ഈസ് മിഥുൻ സൈനിങ് ഓഫ്. See you guys in some other video. Bye.
Thanks for watching guys. Please do subscribe to my channel.